ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. അങ്ങനെ ആയിട്ട് അവിടെ മാരേജ് നടക്കും, അങ്ങനെ ചടങ്ങ് പറയായിരുന്നു. അപ്പോൾ ഒരു ഗുരുജി വന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ലായിരുന്നു. അത് കേട്ട് ഹീറോയിൻ്റെ മൊമ്മൻ്റെ ആര് ഷോക്കായി. എന്താ? അതെ, ഇവൾക്ക് ഫ്യൂച്ചർ ഹസ്ബൻഡ് 7 പേരാണ് ഞാൻ ഓടി പറഞ്ഞായിരുന്നു. നിങ്ങൾ ഈ മാരേജ് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഗുരുജി പറഞ്ഞു. ബാക്കി മെമ്പറിന്ന് ഗുരുജി ശ്രദ്ധിച്ച് നോക്കി. അങ്ങനെ 6 പേരെ കണ്ട് ഗുരുജി കുറച്ച് ഡൗട്ട് വന്നു. അങ്ങനെ ഗുരുജി അവരോട് ചെക്ക് ചെയ്ത് അറിഞ്ഞു. അങ്ങനെ ഗുരുജി പറഞ്ഞു ഇവർ റെഡി ആയിട്ട് വരും. അങ്ങനെ ഗുരുജി ഓൾറെഡി നടക്കാൻ പോകുന്ന പ്രശ്നം ഗുരുജിക്ക് ഓൾറെഡി അറിഞ്ഞായിരുന്നു. എല്ലാവർക്കും നമ്പിക്കയായിരുന്നു. ആ ഗുരുജി പറഞ്ഞ വലിയ പവറുള്ള ഗുരുജിയാണ്. ആ ഗുരുജി പറഞ്ഞു അത് കണ്ടിട്ടേ നടക്കും. അങ്ങനെ ഗുരുജി ബാക്കി 6 താലി കൊടുന്നു 7 പേരെ കയ്യിൽ കൊടുത്തു. 6 പേരോട് കൊടുത്തു. നിങ്ങൾ പോയിട്ട് അവിടെ ഇരുന്നു. ഇത് കേട്ട് ബാക്കി മെമ്പർ ഷോക്കായി. എന്താ ഇത്? അങ്ങനെ ആയിട്ട് ഗുരുജി ആ മാരേജ് നടക്കുക തുടങ്ങി. അവിടുത്തെ സ്വാമിജിനോട് ഇറങ്ങാൻ പറഞ്ഞ് ആ ഗുരുജി അവിടുന്ന് വേണമെങ്കിൽ മാരേജ് നടക്കുക. ഇങ്ങനെ ആ ഗുരുജി പറഞ്ഞ എനിക്ക് മാരേജ് നന്നായിട്ട് 7 പേരെ കൂടെ മാരേജ് ആണ്. ഇത് കേട്ട് പ്രിയാക്ക് ഷാക്ക്. എന്ത് ഒരാളെ കല്യാണം കഴിക്ക് പറഞ്ഞാൽ ഞാൻ 7 പേർ കല്യാണം കഴിച്ച്. അങ്ങനെ പ്രിയാക്ക് ഒന്നും ഇത് അറിഞ്ഞില്ലായിരുന്നു. എല്ലാ ജനങ്ങൾ പറയാൻ തുടങ്ങി ഗുരുജി പറഞ്ഞ പോലെ സംഭവിക്കുക. അതുമാത്രമല്ല എല്ലാവരും പറഞ്ഞായിരുന്നു നല്ല കാര്യം ഇവിടെ നടക്കും നിങ്ങളുടെ നാട്ടിൽ. അതിൽ ഒരു പെൺകുട്ടി എല്ലാവർക്കും പറഞ്ഞു. എല്ലാവരും എന്നും പറഞ്ഞില്ലായിരുന്നു. കാരണം ഗുരുജി പറഞ്ഞ ഫ്ലാഷ് ബാക്ക്. നാട്ടിലെ ജനങ്ങളെ, ഇവിടുത്തെ ഒരു കുട്ടി 7 പേരെ മാരേജ് കഴിക്കും. നിങ്ങളുടെ നാട്ടിലുള്ള പ്രോബ്ലം എല്ലാം സോൾവ് ആവും. ആ കുട്ടീനെ ചെന്നാൽ നിങ്ങളെ ഭാവിയിൽ നിങ്ങളെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പോകും. അതാര് കുട്ടിയും നിങ്ങൾക്ക് പിന്നെ അറിയും. ഇത് ജനങ്ങൾക്ക് നമ്പിക്കുന്നു. ആ ഗുരുജി മേലെ നമ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായിരുന്നു. ആ നാട്ടുകാർ ജനങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ലേറ്റസ്റ്റ് മെമ്പർ 7 പേരാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ഇത് കൺഫ്യൂസ് ആയിട്ട് പോയി. അർജുൻ ചിരിക്കാൻ തുടങ്ങി. റോഷി വീഴുന്ന ചിരിക്കാൻ തുടങ്ങി. എടീ അങ്ങനായിട്ട് എൻ്റെ മകൻ അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ നൈറ്റായി. പ്രിയ പറയാൻ തുടങ്ങി. അർജുൻ വന്നു. എന്തടാ എനിക്ക് സംഭവിച്ച? ഇവരൊക്കെ ഇപ്പോൾ പാഡൽസാണ്. എന്നടാ ഇവർക്ക് ലാംഗ്വേജ് അറിയോ? എനിക്ക് പിന്നെ ഒരാളെ നീ നമ്പാൻ പാടില്ല. അത് ആരാ? അത് നിനക്ക് പിന്നോ അറിയും. അവനക്ക് നീ മലയാളത്തിൽ സംസാരിച്ച് അവനക്ക് അതും അറിയും. എന്ത്? അതെ, അവൻ ടോട്ടൽ എല്ലാ ലാംഗ്വേജും കത്തി. അവനക്ക് മലയാളം നന്നായിട്ട് അറിയും. അതെങ്ങനെയാടാ അറിയും? അത് ബോസില്ലേ, ബോസ്. അതെ, മലയാളം മറിച്ചും അറിയും സാർക്ക്. അതും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയും. അത് എനിക്കറിയടാ. അറിയും. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കൊണ്ടുപോയി. അയ്യോ എന്ത് ചെയ്യാ? അങ്ങനെ റോസ് കളിയാക്കിയ. നിൻ്റെ രാവിലെ അടിക്കാൻ എനിക്ക് നടക്കാൻ പറ്റിനായി. പോടാ. എന്തിത്? ഫോഴ്സ് മാരേജ് ആണിടാ. ഇത് അറേഞ്ച് മാരേജ് ഒന്നല്ല, ലവ് മാരേജ് അല്ലടാ. പോടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് സാഡായി പോകാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ PTS മെമ്പറിൻ്റെ റൂം നോക്കാം. എല്ലാവരും ജിമ്മിനിക്ക് കണ്ടായി. എന്താടാ നീ കല്യാണം കഴിക്കുമ്പോൾ പോയടാ? അത് ജിമ്മിന് കുത്തുറങ്ങി. ജിമ്മിന് കുത്തത് ജിന്ന്. എന്താടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഓടി എനിക്ക് പിടിച്ചതാ. നീ എന്തിനാ കല്യാണം കഴിച്ച്? ജിന്ന് പറഞ്ഞു. നീയും കല്യാണം കഴിച്ചില്ലേ? അത് ഞാനും കല്യാണം കഴിച്ചായിരുന്നു. ജങ്കൊക്കെ വിളുന്ന് ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും ജങ്കൊക്കെ നിറഞ്ഞു നോക്കി. ഒന്നുമില്ല മിണ്ടാതിരിക്കാൻ. അങ്ങനെ ശബ്ദം കേട്ട് ചിരിക്കുന്നുണ്ട്. ഇവർക്ക് എന്താ ലൂസ് പിടിച്ചോ? എന്താ സാറാ? ആരടാ? ആരാ മനസ്സിലായി. അവളെ തന്നെ. കമ്മയും കവിയും എന്തിനാ എസ്കിമി പറയാ? ജിൻ ചോദിച്ചു. ഒന്നുമില്ല, അത് എല്ലാവർക്കും ഒരു ടംബ്ലിങ് പാല് എല്ലാവരും കുടിച്ചോ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട, ഞാൻ പാലൊന്നും കുടിക്കില്ല. പാലെല്ലാവരും കുടിച്ച്. നിങ്ങൾ ഉറങ്ങിക്കോ. എന്താ ഉറങ്ങുക? ജിമ്മി ചോദിച്ചു. എന്താ ഉറങ്ങുന്നതാ? ഇവളെന്താ പറയുന്നത്? ആർക്കും മനസ്സിലായി ഉറങ്ങാൻ ഇവൾ പറയുന്നുണ്ട്. നമുക്ക് ഓക്കെ, ഇപ്പം ഒന്നും വേണ്ട, നമുക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അങ്ങനെ ആറും പറഞ്ഞു. ഒന്നും വിഷമിക്കുക, ടെൻഷനൊന്നും വേണ്ട, നമ്മളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞ പിന്നെ ഇപ്പോഴൊന്നും അത് വേണ്ട. ഇപ്പോൾ നീ കൊടുന്ന് ഉറങ്ങിക്കോ. ആറാം പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. ആറാമിൻ്റെ അടുത്താണ് ഉറങ്ങുന്നത്. ഈ സൈഡ് ആറാം, നടുവിൽ ഇങ്ങനെ ഉറങ്ങുന്നത്. സൈഡിൽ ആറാം, ജിന്ന്. ആറാം നടുവിൽ, ജിന്നിൻ്റെ അടുത്ത് ജിന്ന് ആറാം ഒരു നടുവിലാണ് ഉറങ്ങുന്നത്. ബാക്കി മെമ്പേഴ്സ് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഉറങ്ങിയാൽ രാവിലായി. ബാതിനൂട്ട് സൗണ്ട് കേട്ടു. ആരാ വാതിൽ? ശരി, ബാ തുറക്കാൻ.
അങ്ങനെ ബാ തുറന്നു നോക്കിയത് അമ്മ പ്രിയൻ്റെ അമ്മ. അമ്മ എന്താടി? ഒന്നുമില്ലമ്മ, പോയിട്ട് കുളിച്ച് ബ്രഷ് ചെയ്തിട്ട് വാ. ശരി അമ്മ. ഇവരെല്ലാം ഉറങ്ങും. ശരി, കുളിച്ച് ബ്രഷ് ആയിട്ട് വരാം. അങ്ങനെ കുളിക്കാൻ പോയി. കുളിച്ച് സാരി എടുക്കണ്ടേ എന്നിട്ട് തട്ടം എടുത്ത് പോയി. ഇവരെല്ലാം ഉറങ്ങിയിട്ടുണ്ടല്ലേ, അത് സാരമില്ലെന്ന് തട്ടം എടുത്തു. മറക്ക് പോയി, ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. സാരി എടുത്ത് വരുന്നു. അങ്ങനെയായിട്ട് സാരി എടുക്കാൻ കുളിച്ചിട്ട് ബ്രഷായി തട്ടം എടുത്ത് വന്നു. ജിമ്മിന് ഉറങ്ങിയായിരുന്നു. ജിമ്മി എണിച്ചു. ടയർഡാന്നല്ല. ജിമ്മിൻ്റെ അടുത്ത് നടന്നു. ഓരോ കണ്ണ് ചുമ്മി. ജിമ്മിൻ ഉറങ്ങുന്ന പോലെ ആക്ടിങ് ചെയ്യാൻ തുടങ്ങി. ജിമ്മിൻ ഇങ്ങനെ ഡോർ തുറന്നു വന്നു. ജിമ്മിന് ഓരോ കണ്ണിൽ നോക്കാൻ തുടങ്ങി. ജിമ്മിനിക്ക് ഷോക്കായി പോയി. ഒന്ന് വായി വെക്കാൻ തുടങ്ങി. ജങ്കുക്ക് കണ്ണ് തുറന്നു. ജങ്കുക്ക് തുറന്നു. ജങ്കുക്ക് കണ്ണ് തുറക്കുമ്പോൾ ജങ്കുക്ക് ഷോക്ക്. ജങ്കുക്ക് ബാന്ന് നോക്കാൻ തുടങ്ങി. ഇതാത് ജിമ്മിൻ ജങ്കുക്കിനോട് തിരിഞ്ഞു. വെക്കപ്പെട്ട് പിങ്കിസായി. ജങ്കുക്കിനൊക്കെ ഷാക്ക്. സൗണ്ട് വെക്കണ്ട. രണ്ടുപേരും സൈഡ് അടിക്കാൻ തുടങ്ങി. ഇതും അറിയാതെ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ആക്കാം. അയ്യോ, ഡ്രസ്സ് ചേഞ്ച് ആക്കല. രണ്ടുപേരും കണ്ണു ചുമ്മി. ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ ജൊല്ലി വിട്ട് അടിക്കാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആക്കി സാരി എടുത്തു. ജങ്കുക്കു ജിമ്മിൻ ഷാക്ക് വേന്ന് വായി നോക്കുക. ഇതിനായിട്ട് ഷുഗർ അടിച്ചു. ഷുഗർ പറഞ്ഞു. അങ്ങനെ ഏതാതെ തീർത്ത് ബാഗ് തുറന്നിട്ട് അവർ പോയി. അതെ, ബാർ തുറന്നിട്ട് അവർ പോയി. അവിടുന്ന് ഷുഗറോടെ എണിച്ചായിരുന്നു. ഷുഗർ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയോണായിരുന്നു ഷുഗർ. അതെ, രണ്ടുപേരും ഇങ്ങനെ ജിമ്മിനും ഞങ്ങൾ കെട്ടി പിടിച്ച് ഇങ്ങോട്ട് തീർന്നു. ഷുഗർ മുറയ്ക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ എണിച്ചത്? ഞങ്ങളവിടെ മുമ്പേ എണിച്ചത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്താ ഇങ്ങനെ ചെല്ലുകൊണ്ടിരുന്നത്? എന്താ വായിട്ടിരിക്കുന്നു? സോറി ആറാൻ പറഞ്ഞു. എന്താടാ പറ്റി? ഒന്നുമില്ലടാ. അങ്ങനെയായിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി താഴെ ഇറങ്ങി വന്നു. അവരോട് ഷുഗർ കാണിച്ചായിരുന്നു. ഇവരെന്തെല്ലാം മണ്ടത്തരം കാട്ടുന്നവരോട് നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും രാവിലെ എണീച്ച് അവർക്ക് ജ്യൂസും കോഫിയും കുടിച്ചു. അങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ പ്രിയൻ്റെ അച്ഛനും അമ്മ വന്ന് വീട്ടേഴ്സ് മുമ്പിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ആറാം കോളുടെ ലാംഗ്വേജ് കുറച്ച് അറിയൂ. അങ്ങനെ ആറാം കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ സർ.